എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാം. നിങ്ങൾ നാണോ ഒന്നും വിചാരിക്കേണ്ട. മറ്റുള്ളവർ ഞാനിപ്പോൾ ഈ കമന്റ് ഇട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കളിയാക്കും, കാരണം നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി മാത്രം അറിയാവുന്നവർക്ക് ഇതൊന്നും കാണിക്കേണ്ട കാര്യമില്ല. കാരണം അവര് ഓടിച്ചോണ്ട് പോകും, അത് ചെയ്തു ഇത് ചെയ്തു മാത്രം പറയാൻ പറ്റും. പക്ഷെ ഒരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് അറിയാവുന്നവർക്ക് ലജ്ഞയായിട്ട് തോന്നും ഇതൊക്കെ ഇതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ. കാരണം അത്രയ്ക്കുള്ള സംഭവമാണ് ഇത്. പക്ഷെ അറിയാത്തവർക്ക് ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ടാണ് അവരുടെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറി അവർക്ക് വണ്ടി ഓടിക്കും. അപ്പൊ ഈ നമ്മുടെ എന്താണോ ജഡ്ജ് ചെയ്ത് വെക്കേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് വരുന്നിടം വരെയും നമ്മൾ ബാക്കിലേക്ക് വന്നാലും അത്രയും വന്നാലും തട്ടത്തില്ല വണ്ടി. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തട്ടുന്ന പോലെ തോന്നും, ഇത്രയും ഗ്യാപ്പായി പോകുന്നു. അപ്പൊ കറക്റ്റ് അവിടെ ലെവല ആ ഒരു ഡിസ്റ്റൻസ് വേണം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ റിവേഴ്സ് എടുക്കുന്ന നമുക്ക് ബാക്കിൽ ഡിക്കി നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുള്ളായ ഒരു വീഡിയോ ആണ്. അതായത് നമ്മുടെ ഫ്രണ്ട് ബോണറ്റ് ജഡ്ജ്മെന്റും ബാക്കും കൃത്യമായിട്ട് ജഡ്ജ് ചെയ്തൊരു വാഹനം എങ്ങനെ ഓടിക്കാം, കൃത്യമായിട്ട് ആ ജഡ്ജ്മെന്റിനെ പറ്റി കൃത്യമായിട്ടും ഏതൊക്കെ വാഹനത്തിൽ എങ്ങനെയൊക്കെയാണ് ജഡ്ജ് ചെയ്യേണ്ടതെന്നും ഒരു വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നാൽ ഏത് ഭാഗത്താണ് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടതെന്നും ആ ജഡ്ജ് ചെയ്താൽ കൃത്യമായിട്ട് നമുക്ക് ഫ്രണ്ടിലത്തെ വാഹനത്തിൽ തട്ടാതെ കൃത്യമായിട്ട് ആ മുൻപിൽ കിടക്കുന്ന വാഹനത്തിന്റെ ഏത് ഭാഗത്ത് നോക്കിയാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ വാഹനം നിർത്തേണ്ടതെന്നും അതും ഓരോ വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ടും മറ്റുള്ള വാഹനത്തെ നമ്മൾ ജഡ്ജ് ചെയ്യേണ്ടത് ഏത് ഭാഗത്താണെന്ന് പറ്റും ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആകും. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അതുവഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. കാരണം ലൈസൻസും കയ്യിലുണ്ടായിട്ടും വാഹനം വീട്ടിലുണ്ടായിട്ടും സ്വന്തം വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറാൻ പേടിച്ചിരിക്കുന്ന പലരും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ എടുക്കുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഓക്കെ, അതായത് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ ആ ക്ലാസ്സിനെ കടന്നു പോലും പലരും ചോദിക്കാറുണ്ട് എവിടെയാണ് നമ്മൾ കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്യേണ്ടത്. കാരണം പല നീളമില്ലാത്തവരും നീളമുള്ളവരൊക്കെയാണ് ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുന്നത്. കൃത്യമായിട്ട് ഏത് ഭാഗത്താണ് ജഡ്ജ് ചെയ്യേണ്ടത്, കൃത്യമായിട്ട് മുൻപിൽ ഭാഗം തട്ടും എന്നുള്ള പേടിയാണ്. അപ്പൊ നമ്മളൊരു വാഹനത്തിന്റെ കൃത്യമായിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മുൻപിലുള്ള ഒരു വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് നോക്കി നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്. കാരണം ആ നമ്പർ പ്ലേറ്റ് നോക്കിയാണ് നിങ്ങൾ ഫ്രണ്ട് ഭാഗം ജഡ്ജ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റും. കാരണം നമ്മൾ ഒരു വാഹനത്തിൽ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലായിട്ട് ഒരു വാഹനം എപ്പോഴും ഒരു വാഹനം തന്നെ ആകണമെന്നില്ല. കാരണം ഇപ്പം ചിലപ്പോൾ ഒരു ടൂ വീലായിരിക്കും, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു കാറായിരിക്കും, കുറച്ചുകൂടെയും കഴിയുമ്പോൾ കാറാകണമെന്നില്ല, അത് ചിലപ്പോൾ ബസ്സാകാം, കുറച്ചുകൂടെയും കഴിയുമ്പോൾ ലോറിയാകാം. അപ്പൊ നമുക്ക് അതിന്റെ നമ്പർ പ്ലേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാകും. ഒരു ടൂ വീലിന്റെ നമ്പർ പ്ലേറ്റ് ഇരിക്കുന്നതല്ല ഒരു കാറിന്റെ ഇരിക്കുക, ഒരു കാറിന്റെ നമ്പർ പ്ലേറ്റ് ഇരിക്കുന്നതല്ല ഒരു ബസ്സിന്റെ നമ്പർ പ്ലേറ്റ് ഇരിക്കുക, അതുപോലെ തന്നെ ബസ്സിന്റെ നമ്പർ പ്ലേറ്റ് ഇരിക്കുന്നത് ചിലപ്പം ലോറിയുടെ നമ്പർ പ്ലേറ്റ് ഇരിക്കുക. കാരണം നമ്മൾ അതിന്റെ ആ ലെവൽ നോക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അടിയിൽ കയറിയാൽ പോലും ലെവലാകണമെന്നില്ല, പോയി തട്ടുന്ന നമ്മൾ അറിയത്തുമില്ല. അപ്പൊ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ നമ്പർ പ്ലേറ്റ് നോക്കിക്കൊണ്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ ജഡ്ജ് ചെയ്യരുത്. നിങ്ങൾക്ക് ആ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുന്ന ഒരു ഭാഗത്ത് നിങ്ങൾ റോഡ് നിങ്ങൾ സ്പേസ് നോക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു പേടികളുണ്ടാകും. നിങ്ങളെല്ലാം നോക്കുന്ന എങ്ങോട്ടായിരിക്കും, മുൻപിൽ നിൽക്കുന്ന ഒരു വാഹനത്തിലായിരിക്കും. അപ്പൊ ആ വാഹനത്തിൽ നിൽക്കുമ്പോൾ ആ വണ്ടി നിർത്തുകയാണോ നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല. ആ വണ്ടി ചിലപ്പോൾ റൈറ്റിലോട്ട് തിരിയാൻ, ചിലപ്പോൾ റോഡിന്റെ സെന്ററിൽ കൂടെ ഒക്കെ ആയിരിക്കും, ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാറിയൊക്കെ ആയിരിക്കും. നിങ്ങൾ എന്ത് ആ വണ്ടിയുടെ കൂടെ അങ്ങ് പോകും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി ആ വണ്ടി നിർത്തിരിക്കുകയാണോ എടുത്തിരിക്കുകയാണോ എന്ന് ചിലപ്പം അറിയാനും കഴിയത്തില്ല. അപ്പം ജഡ്ജ്മെന്റ് കിട്ടാതെ എന്ത് ചെയ്യും, പോയി തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നിങ്ങൾ പേടികൾ കൂടുന്നത്. അപ്പൊ നമ്മൾ ഏത് ഭാഗത്താണ് നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു വരാനുള്ള കാരണം, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ ഇത് കണ്ടില്ലേ, ഈ നീളം കണ്ടോ, ഈ ബോണറ്റിന്റെ നീളം എന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ ഒരു ബോണറ്റിന്റെ നീളമല്ല വേറൊരു വാഹനത്തിന്. അപ്പൊ വേറൊരു വാഹനത്തിന്റെ ഇത് നീളമല്ല വേറൊരു വാഹനത്തിന്റെ. അപ്പൊ പല പല വാഹനമാണ് നമ്മുടെ പലരുടെ ഇരിക്കുക. അപ്പൊ ഇതിന്റെ നീളം നോക്കിക്കൊണ്ട് നമ്മളൊരു അളവ് പറയാൻ, ഒരു വണ്ടിക്കും ഒരളവ് പറയാൻ നമുക്ക് കിട്ടത്തില്ല. കാരണം ആ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഒരു കോൺഫിഡൻസ് കിട്ടി ഒരു വാഹനം നമ്മൾ ഫസ്റ്റിലും സെക്കൻഡിലും തേർഡിലും ഒക്കെ ഇട്ടതിന്റെ കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഐഡിയ പ്രകാരം നമ്മൾ ജഡ്ജ് കിട്ടുകയാണ്. അതുപോലെ തന്നെ നമ്മൾ മുൻപിലുള്ള ഒരു വാഹനം ഞാൻ പറഞ്ഞതുപോലെ നിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും നമ്പർ പ്ലേറ്റ് നോക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് ടയർ കാണാതെ വരുമ്പോൾ സ്വല്പം കൂടെ നമുക്ക് മുൻപോട്ട് എടുക്കാം. കാരണം ഒരു ടയർ കാണാതെ വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാകും. അത് ഈ വണ്ടി കിടക്കുന്നതും ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാകും. നമ്മൾ ആ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടി ഈ ഒരു ഗ്യാപ്പിലായിരിക്കും നമുക്ക് ടയർ കാണാതെ വരുമ്പോൾ. ഇപ്പൊ ഈ ഒരു ഗ്യാപ്പ് കണ്ടോ, നിങ്ങൾ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുമെങ്കിൽ തനിയെ വാഹനം ഓടിക്കുവാൻ പേടി അതിയായ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടുപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസിന് ശേഷം പ്രാക്ടീസിന് വല്ല പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം, 70 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ലൈസൻസ് കൈവച്ച് വാഹനം വീട്ടിലുണ്ടായിട്ട് എന്തുകൊണ്ട് നമ്മൾ പേടിച്ചിരിക്കുന്നു? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്റെ ജില്ല ഏതാണ്ട് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഒരു ബൈക്ക് ഇതിനകത്ത് ഇരിക്കും. അപ്പൊ അത്ര ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അഥവാ നിങ്ങൾക്ക് ആ ടയർ കണ്ടിട്ടും സ്വല്പം കൂടെ മുമ്പോട്ട് വന്നാലും എന്ത് ചെയ്തില്ല, വണ്ടി തട്ടുകയില്ല. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് മാത്രമേ നിങ്ങൾ ആദ്യം കീപ്പ് ചെയ്ത് വന്നാൽ നമുക്ക് ആ പേടികൾ മാറും. അപ്പൊ പറഞ്ഞു വന്നതിന്റെ സാരം, നിങ്ങൾക്ക് ട്രാഫിക് ബ്ലോക്കിൽ പോയാലും നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ല. അവിടെ എവിടെയൊക്കെ 2-3 വണ്ടി കിടക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലുള്ള വണ്ടിയെ മാത്രം നമ്മൾ ജഡ്ജ് ചെയ്താൽ മതി. ആ വണ്ടിയുടെ ടയർ കാണാതെ വരുമ്പോൾ എന്തായാലും ഒരു വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് പലയിടത്തായിരിക്കുന്നത് കൊണ്ട് നമുക്ക് അതിന്റെ അളവ് നോക്കിയാൽ കിട്ടത്തില്ല. അതേസമയത്ത് ഒരു വാഹനത്തിന്റെ ടയർ എപ്പോഴും നിലത്തോട് തന്നെ ആയിരിക്കും ഓടുക. അപ്പൊ നമുക്ക് ടയർ കാണാതെ വരുമ്പോൾ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ നമുക്ക്, ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്ര ഡിസ്റ്റൻസ് ഉണ്ട് എങ്കിലും നമുക്ക് ആ വണ്ടിയെ തട്ടാതെ എന്ത് ചെയ്യാം, സുരക്ഷിതമായിട്ട് സ്വല്പം കറക്റ്റായിട്ട്. ഇപ്പൊ ഞാൻ ഈ ഒരു അളവ് കാണിച്ചു, ഈ ഒരു അളവിൽ തന്നെ എപ്പോഴും നമ്മുടെ വണ്ടി, ഈ വണ്ടിയുടെ ടയർ കാണാൻ അവിടെ നിൽക്കണമെന്നില്ല. സ്വല്പം ഇങ്ങോട്ട് വന്നാലും തട്ടത്തില്ല. അപ്പൊ നമുക്ക് പേടിക്കേണ്ട കാര്യം ഇല്ല. അപ്പൊ അതാണ് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് പേടിക്കേണ്ട കാര്യം ഇല്ല. അപ്പൊ നമ്മൾ എത്ര തിരക്കിൽ പോയാലും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞതുപോലെ എല്ലാ വണ്ടിയുടെയും ഈ ഡിക്കി എല്ലാ വണ്ടിക്കും ഉണ്ടാകണമെന്നില്ല. ഡിക്കി ഇല്ലാത്ത വണ്ടി ഉണ്ടാകും, ഡിക്കി ഉള്ള വണ്ടി ഉണ്ടാകും. അപ്പം നമ്മൾ തിരിക്കുന്ന സമയത്ത് ബായ്ക്ക് തട്ടത്തില്ല എന്നൊക്കെ പലർക്കും ഒരു സംശയം ഉണ്ട്. നമുക്ക് കൃത്യമായിട്ട് നമ്മളെ ഫ്രണ്ട് ഭാഗം കൃത്യമായിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിലെ ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് തന്നെ കൃത്യമായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിയും. നമ്മുടെ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു ഭാഗമൊക്കെയാണ് നമ്മുടെ ടയറിന്റെ ഭാഗം ജഡ്ജ് ചെയ്യാൻ കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മളിപ്പോ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ബാക്കിലെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ നോക്കരുത്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കുന്നതുകൊണ്ടാണ് നമുക്ക് വണ്ടി തട്ടുന്ന പോലൊക്കെ നമുക്ക് തോന്നുന്നത്. അപ്പൊ ആ ജഡ്ജ്മെന്റ് നമുക്ക് ആ വണ്ടി ആ മിററിൽ കൂടെ നോക്കി നമുക്ക് കിട്ടുന്ന സമയത്ത് കണ്ട് ഈ ഒരു ഭാഗം കണ്ടോ, ഈ ഒരു ഭാഗമൊക്കെ ആയിരിക്കണം നമ്മള്. ഇപ്പൊ ഒരു ഭിത്തിയാണെന്ന് കൂട്ടി, ഇപ്പൊ ഇതൊരു ഭിത്തിയാണ്. അപ്പൊ നമ്മള് ഈ ഒരു ഭാഗത്തേക്ക് നോക്കരുത്. നമ്മളെ മിററിൽ നോക്കിക്കൊണ്ട് തീരുന്നത് ഈ ഭാഗത്ത് നോക്കിയാൽ ഇപ്പൊ എന്നെ തട്ടേപോലെ തോന്നും. നിങ്ങളുടെ വണ്ടിക്കകത്ത് കയറി നിങ്ങൾ ഈ ഭാഗത്തോടെ നോക്കി, ഇപ്പൊ നിങ്ങളുടെ ഭിത്തിയിലുള്ളത് ബായിക്കോട് നിർത്തി നിങ്ങൾ ഇത്രയും ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാലും നിങ്ങളുടെ വണ്ടി ആ മിററിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ എന്നെ തട്ടേപോലെ തോന്നും. ഇപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടാകും. അതേ സമയത്ത് ഇത് കണ്ടില്ലേ, ഈ ഒരു ഡിസ്റ്റൻസ് കണ്ട, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് അവിടെ കാണിച്ചത്. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം കൃത്യമായിട്ട്, അതായത് ഇത് കണ്ട, ഈ ഒരു ഭാഗം കൃത്യമായിട്ട് നമുക്ക് ഈ നമ്മുടെ എന്താണോ ജഡ്ജ് ചെയ്ത് വെക്കേണ്ടത് ആ ഒരു ഭാഗത്തേക്ക് വരുന്നിടം വരെയും നമ്മൾ ബാക്കിലേക്ക് വന്നാലും അത്രയും വന്നാലും തട്ടത്തില്ല വണ്ടി, കറക്റ്റ് ജഡ്ജ് ആകത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തട്ടുന്ന പോലെ തോന്നും, ഇത്രയും ഗ്യാപ്പായി പോകുന്നു. അപ്പൊ ആ ഭാഗവും അതായത് ആ ലൈനും നമ്മുടെ ഈ ഒരു ഭിത്തിയുടെ ലൈനും തമ്മിൽ കൃത്യമായിട്ട് നോക്കിയാൽ കൃത്യമായിട്ട് ആ വന്നാൽ എന്ത് ചെയ്യും, നമുക്ക് ആ ഒരു ഇതുപോലെ കണ്ടാ ഇതുപോലെ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഇപ്പൊ ഇത്രയും അവിടെ മെറി നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇവിടെ നോക്കുമ്പോൾ തട്ടികൾ തോന്നും. അതേസമയത്ത് നമുക്ക് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഈ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യും, കുറച്ചുകൂടെ ബാക്കിലേക്ക് എടുക്കും. കണ്ടോ, കുറച്ചുകൂടെ ബാക്കിലേക്ക് എടുക്കുമ്പോൾ ഈ ഒരു ലെവലിൽ വരും. അപ്പൊ നമുക്ക് ഈ ഇവിടെ വന്നപ്പോൾ ലെവലായി. അപ്പൊ കറക്റ്റായിട്ട് അവിടെ ലെവലാ. ആ ഒരു ഡിസ്റ്റൻസ് വേണം നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ റിവേഴ്സ് എടുക്കുന്ന നമുക്ക് ബാക്കിൽ ഡിക്കി നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ. അപ്പൊ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു വണ്ടി റിവേഴ്സ് എടുക്കുന്ന സമയത്ത് തട്ടാതെയും ഫ്രണ്ടും നമുക്ക് ആ ഡ്രൈവിംഗ് സീറ്റ് ഇരുന്ന് മറ്റുള്ള വണ്ടിയെ തട്ടാതെ നമുക്ക് ആ ജഡ്ജ്മെന്റ് ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഒരു വണ്ടിയുടെ ഈ ടേൺ ചെയ്യുന്ന സമയത്ത് അതായത് ലെഫ്റ്റ് സൈഡിലോട്ട് തിരിയുന്ന സമയത്ത് നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ആ ഒരു ആ ഭാഗത്തേക്ക് നോക്കരുത്. ആ ഭാഗത്തേക്ക് നോക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ വണ്ടി ലെഫ്റ്റ് സൈഡിലോട്ട് തിരിയുന്ന സമയത്ത് അകന്നു പോകാനുള്ള കാരണം. നിങ്ങൾ ആ സെൻട്രൽ ഭാഗത്ത് നിന്ന് മാറ്റി സ്വല്പം കൂടെ മാറ്റി വെക്കണം. കാരണം നിങ്ങൾ ആ സെൻട്രൽ ഭാഗം നോക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് തെറ്റിപ്പോകാനുമുള്ള കാരണം. പൊക്കമല്ല സീറ്റിന്റെ പൊക്കം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ വണ്ടിയുടെ ഡാഷ് ബോർഡിന്റെ പൊക്കും ഒരേപോലെ അല്ല. അപ്പൊ അതുപോലെ തന്നെ ഇരിക്കുന്ന ആള്, സീറ്റിരിക്കുന്ന ആളിന്റെ നീളവും ഒരുപോലെ അല്ലാത്തതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ആ ജഡ്ജ്മെന്റ് സെന്റർ കിട്ടത്തില്ല. സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി, ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയി നിങ്ങൾ അതിന് സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെന്റ് ഡ്രൈവിംഗ് സീറ്റ് ഇരുന്നുകൊണ്ട് എവിടെ നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടതിനെ പറ്റി നിങ്ങൾ ആ കമന്റായിട്ട് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തൊരു യൂസ്ഫുൾ ആയെന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. തുടക്കക്കാർക്ക് വേണ്ടി മാത്രം നിങ്ങൾ ചെയ്യുന്ന വീഡിയോസ് ആണ്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ചോദിക്കാം. നിങ്ങൾ നാണമൊന്നും വിചാരിക്കേണ്ട. മറ്റുള്ളവർ ഞാനിപ്പോ ഈ കമന്റ് ഇട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കളിയാക്കും. നിങ്ങൾ അതൊന്നും വേണ്ട. കാരണം നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഞാനപ്പോ നിങ്ങൾക്ക് വേണ്ടി മാത്രം, അറിയാവുന്നവർക്ക് ഇതൊന്നും കാണിക്കേണ്ട കാര്യമില്ല. കാരണം അവര് ഓടിച്ചോണ്ട് പോകുന്നത് അത് ചെയ്തു ഇത് ചെയ്തു മാത്രം പറയാൻ പറ്റും. പക്ഷെ അവർക്ക് ഇതിനെപ്പറ്റി അറിയണമെന്നൊന്നുമില്ല. അപ്പം നമുക്ക് ഈ ഒരു കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത്
അറിയാവുന്നവർക്ക് ലജ്ഞയായിട്ട് തോന്നും ഇതൊക്കെ ഇതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ. കാരണം അത്രയ്ക്കുള്ള സംഭവമാണ് ഇത്. പക്ഷെ അറിയാത്തവർക്ക് ഭയങ്കര പ്രയാസമാണ്. അതുകൊണ്ടാണ് അവരുടെ ഡ്രൈവിംഗ് സീറ്റിൽ പോലും കയറി അവർക്ക് വണ്ടി ഓടിക്കും. അപ്പൊ ആ സംശയം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സംശയങ്ങളൊക്കെ വരാതെ കമന്റായിട്ട് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളെ സംശയം മറ്റുള്ളവർ കളിയാക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്റെ ഈ ഒരു ചാനലിനകത്ത് നിങ്ങൾക്ക് സംശയങ്ങൾ കമന്റായിട്ട് തന്നെ ചോദിക്കാം. ഞാൻ നിങ്ങളെ കളിയാക്കത്തില്ല. എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാനത് വീഡിയോ രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ച് മനസ്സിലാക്കി പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയെന്നുള്ളതും ആ കമന്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ